ഇത് 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസാമിലുള്ള ആര്യ ചോദിച്ച ഡൗട്ടാണ്. ഇവിടെ ജഗദീഷ് എന്ന് പറയുന്ന ആൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ ഒരു ഫീൽഡ് ഉണ്ട്. AQC എന്ന റൈറ്റ് ട്രയാങ്കിൾ ഷേപ്പിലാണ് അയാളുടെ ഫീൽഡ്. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. AQC ഷേപ്പിലാണ് അയാളുടെ ഫീൽഡ്. പിന്നെ ഇതിനകത്തൊരു സ്ക്വയർ ഷേപ്ഡ് ഏരിയ ഉണ്ട്. ഒന്നുകൂടി പറയാം. ജഗദീഷ് എന്ന് പറയുന്ന ആൾക്ക് ഒരു AQC റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഷേപ്പിൽ ഒരു ഫീൽഡ് ഉണ്ട്. അതിനുള്ളിൽ ഒരു സ്ക്വയറിലെ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ അയാൾ ഗോതമ്പ് വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള ഈ സ്ഥലങ്ങളിലെല്ലാം വെജിറ്റബിൾസ് വളർത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒറിജിൻ, അതായത് ഈ പോയിന്റ് ആണ് ഒറിജിൻ. എന്നിവിടെ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്ത് ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നു. ഈ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പിയുടെ വാല്യൂ -200,0, ഇത് +200,0. ഒന്നാമത്തെ ചോദ്യം, ഇത് പിയും ക്യൂവും തന്നിട്ടുണ്ട്. PQRS ഒരു സ്ക്വയർ ആണെങ്കിൽ ആറും എസും ഈ കോർഡിനേറ്റ് എത്രയായിരിക്കും? ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഓരോ യൂണിറ്റും 100 വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്ക്വയർ ആയത് കാരണം മുകളിലേക്ക് പോകുമ്പോഴും 100 ആയിരിക്കും. അപ്പോൾ 100, 200, 300, 400 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് ഈസി ആയിട്ട് പറയാം. എക്സ് കോർഡിനേറ്റ് -200 ആയിരിക്കും, y കോർഡിനേറ്റ് +400 ആയിരിക്കും. എസ് ആണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത്. അതുപോലെ 6 മാർക്ക് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് ഇത് തന്നെ ആയിരിക്കും, 200 ആയിരിക്കും. 200, y കോർഡിനേറ്റ് 100, 200, 300, 400. വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. ഇനി ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ PQRS? PQRSന്റെ ഏരിയ നമുക്കറിയാം. 100ഉം 100ഉം 200 ഇങ്ങോട്ടും 200. അപ്പൊ ഈ സൈഡിന്റെ നീളം നമുക്ക് 400 യൂണിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സൈഡിന്റെ നീളം എന്ന് പറഞ്ഞാൽ 400 സ്ക്വയറാണ്. സ്ക്വയർ ആകുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു A². A എന്ന് പറഞ്ഞാൽ 400 ആണ്. 400 × 400 16, പിന്നെ 4 0. ഇത്രയും യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സെന്റിമീറ്റർ ആണോ ഈ മീറ്റർ ആണോ എന്നൊന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ PR? അതായത് നമുക്ക് PR എന്ന് വരക്കാം. പിയിൽ നിന്ന് ആറിലേക്കൊരു ലൈൻ വരച്ചിരിക്കുന്നു. ഈ PR-ന്റെ നീളം എന്താണ്? വേണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇത് A ആണ്, ഇത് A ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ PR ഈക്വൽ ടു PR-ന്റെ ഈ കാര്യമാണ് ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. PR എന്ന് പറഞ്ഞാൽ ഡയഗണൽ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്യണം. ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്യണം. അതായത് 400 സ്ക്വയർ +400 സ്ക്വയർ. അപ്പൊ നമുക്കിങ്ങനെ എഴുതാം. ഇത് 2 പ്രാവശ്യം 400 സ്ക്വയർ, 2 × 400 സ്ക്വയർ. അപ്പൊ നമുക്ക് 400 സ്ക്വയർ ആണ്. 400 പുറത്തെടുക്കാം. √2 അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും യൂണിറ്റ്സ് ആയിരിക്കും PR-ന്റെ ഡയഗണൽ PR-ന്റെ നീളം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് S ഡിവൈഡ്സ്, S ഇതാണ്, ഡിവൈഡ് CA എന്ന് പറയുന്ന ഈ മൊത്തം നീളത്തിലുള്ള ഇതിനെ K:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഞാനിവിടെ എഴുതാം. ഇതാണ് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്, K:1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Kയുടെ വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊരു ലൈനായിട്ട് എടുക്കാം. ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന കോർഡിനേറ്റ് അറിയാം. ഇത് K:1 ആണെന്ന് എടുക്കണം. ഈ കോർഡിനേറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇത് -200 ആണ്, -300, -400, -500, -600. എക്സ് കോർഡിനേറ്റ് -600 ആയിരിക്കും. y കോർഡിനേറ്റ് 0 ആയിരിക്കും. അതേപോലെ നമുക്ക് ഇതൊന്ന് കാണാം. ഇവിടം വരെ 100, 200, 300, 400, 500, 600, 700, 800. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് 800, എക്സ് കോർഡിനേറ്റ് 200. ഇവിടെ എഴുതാം 200, 800. ഇനി ഈ ലൈൻ ഞാനൊന്ന് മാറ്റി ഒരു ഫ്രഷ് പേജിൽ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ദാ അപ്പുറത്തെ ഈ AC ഞാൻ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നു. ഈ പോയിന്റ് S,
എസിൻ്റെ കോർഡിനേറ്റ് -200, ഇവിടെ സിയുടെ കോർഡിനേറ്റ് -600, 0, എയുടെ കോർഡിനേറ്റ് 200, 800. സെക്ഷൻ ഫോർമുല, അതായത് നമുക്ക് ഇത് കിട്ടാനായിട്ട് എക്സ് കോർഡിനേറ്റ് കിട്ടാനുള്ള സെക്ഷൻ ഫോർമുല ഞാൻ ആദ്യം എഴുതാം. സെക്ഷൻ ഫോർമുല, ഈ കോർഡിനേറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഇയാളെ ഇൻറ്റു അവിടത്തെ എക്സ് കോർഡിനേറ്റ് k ഇൻറ്റു 200 പ്ലസ് അയാളെ ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 600 ആണ്, അവിടെ എഴുതിയപ്പോൾ ഒന്ന് മാറിപ്പോയതാണ്. 1 ഇൻറ്റു 600 മൈനസ് 600 ഡിവൈഡഡ് ബൈ k പ്ലസ് 1. ഒന്നുകൂടി പറയാം, k ഇൻറ്റു വരച്ച് കാണിച്ചു തരാം. k ഇൻറ്റു 200 പ്ലസ് 1 ഇൻറ്റു മൈനസ് 600 ഡിവൈഡഡ് ബൈ k പ്ലസ് 1. അപ്പോൾ നമുക്ക് ഈ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. നോക്കിയാൽ കേട്ടോ, ഇത് k പ്ലസ് 1 ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ -200 ഇൻറ്റു k പ്ലസ് 1 ഈക്വൽ ടു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 200k പ്ലസ് -600 എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. -200k -200 ഇൻറ്റു 1 -200 ഈക്വൽ ടു 200k -600. ഈ -200k അപ്പുറത്തേക്ക് പോകുന്നു, -600 ഇപ്പുറത്തേക്ക് വരുന്നു. ഇവിടെ അപ്പോൾ ഉള്ളത് -200 ഉണ്ട്. -200-നടുത്തേക്ക് -600 വരുമ്പോൾ +600 ആകും. 200kയുടെ അടുത്തേക്ക് -200k വരുമ്പോൾ +200k ആവും. ഇത് ആഡ് ചെയ്യുമ്പോൾ 4 + 400 എന്ന് കിട്ടും. ഇത് 200k + 200k 400k, k ഈക്വൽ ടു 400/400 ഈക്വൽ ടു 1. അല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ നോക്കിയാലും മനസ്സിലാവും, എന്നാലും ഒന്ന് കണ്ടുപിടിച്ച് റെഡിയാക്കി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇതിലെല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു കഴിഞ്ഞു. സിമ്പിളാണ്, ഈസിയാണ്.